റസൂലുള്ളയെ കാണുമ്പോ റസൂലുള്ളയുടെ ഹദീസുകളെ പുച്ഛിച്ചവനെ, അതിനെ പരിഹസിച്ചവനെ, നിന്റെ ഗതി എന്താണ്? ഇനി അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല. ഇപ്പൊ പുതിയൊരു സിനിമ, മാന്യ സഹോദരങ്ങൾ, നിങ്ങൾ ആലോചിച്ചു, പുതിയ സിനിമ. ആ സിനിമ ഇറക്കി. ആ സിനിമയിൽ എന്താ ഇപ്പൊ ഉള്ളത്? ഇപ്പൊന്ന് വെച്ചാല് ഇപ്പൊ മുഹമ്മദ് നബിയെ കുറിച്ചൊക്കെ അഭിനയിക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുകയാണ്. അതിന് മുമ്പ് ഇപ്പോ വക്കം മൗലവി അഭിനയിക്ക, എന്നിട്ട് നമ്മുടെ നാട്ടിലെ അന്യമതസ്ഥരെ അഭിനയിക്കുക, കുറിയൊക്കെ തൊട്ടിട്ട് അഭിനയിച്ച് കാണിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, കണ്ടോളൂ. മടവൂരിന്റെ സുപ്രഭാതം. മാറിക്കോടാ മാറിക്കോടാ. മാറിക്കോ മാറിക്കോ മാറിക്കോ. എന്താടോ തനിക്കൊരു മാറ്റം? തന്റെ തലയെന്താ താഴില്ലെന്നുണ്ടോ അഹങ്കാരി? എന്റെ തലഞ്ഞ് പടച്ചന് മുന്നിൽ താവൂലമ്പ്ര. തമ്പ്ര അത്ര കൂട്ടിയാലും പടച്ചോന്റെ അത്ര ആവൂലമ്പ്ര. ഞാനൂലും പത്തി വിടർത്തി. മുഹമ്മദ് ഷാ വലിയുള്ള മുരീദന്മാർ കദാബില്ല. മുഹമ്മദ് ഷാ വലിയുള്ള മുരീദന്മാർ. ഷിയാ വിശ്വാസത്തിൽ അധിഷ്ഠിത മടവൂരിലെല്ലാം ഡാൻസ് കളിക്കുക. ഏതോ പഴയ കള്ളത്തരീക്കത്താണത്. മുഹമ്മദ് ഷാ വലിയുള്ള മുരീദന്മാർ കദാബില്ല എന്ന പാട്ടുപാടി നടന്നത്. ഇപ്പൊ മടവൂരിൽ പറഞ്ഞിട്ട് തികയിടില്ല, അതുകൊണ്ട് ആടി ഒന്ന് അഭിനയിച്ച് കാണിക്കുക. ഇത്രയും കാലം പറഞ്ഞിട്ട് മാറ്റി, ഇനി അഭിനയിച്ച് കാണിക്കുക. അങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നു, കണ്ടോളൂ. ത്വരീഖത്ത് പ്രചരിപ്പിച്ചു. പിൻഗാമിയായ ഇസ്തുയാഖ് ഷാ തികഞ്ഞ ഷിയായിസം പ്രചരിപ്പിച്ചു. മുരീദന്മാരുടെ സുജൂദിന് തുടക്കം കുറിച്ചതും ഇയാളാണ്. ആദർശത്തിന്റെ കരുത്ത് ചോർന്ന പൊന്നാനി തങ്ങന്മാരും മമ്പുറം തങ്ങന്മാരും ഇസ്ലാമിക വിരുദ്ധമായ ഈ ആചാരങ്ങൾക്കെതിരിൽ ശബ്ദമുയർത്തിയെങ്കിലും വിജയിച്ചില്ല. ഷിർക്കിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും കൂത്തരങ്ങായി കേരള മുസ്ലിം അന്തരീക്ഷം മാറിത്തുടങ്ങി. മൗലവി, വക്കം മൗലവി. നമ്മുടെ രാമകൃഷ്ണപിള്ളയെ രാജാവ് നാട് കടത്തി. എന്നാലും പത്രവും പ്രസ്സും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ മൗലവി? എന്നും സത്യം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല വായനക്കാരുണ്ട് സ്വദേശാഭിമാനിക്ക്. അവരെ കരുതിയെങ്കിലും പത്രം തുറന്നും പ്രസിദ്ധീകരിച്ചേ പറ്റൂ. എന്റെ പത്രാധിപരില്ലാതെ എനിക്കെന്ത് പത്രം? പത്രപ്രസിദ്ധീകരണ രംഗത്ത് പഴയ പെരുമയിൽ മാത്രം ഊറ്റം കൊള്ളാതെ വർത്തമാനകാല പത്രമാധ്യമ മേഖലയിൽ പരീക്ഷണം തുടരുകയാണ് ഇസ്ലാഹി പ്രസ്ഥാനം. സുബ്ഹാനല്ലാഹ്. ഈ ഒരു വാക്ക്, ഈ ജാതി വക്കം മൗലവിയാണെങ്കിൽ ഗതികേടാ. വക്കം മൗലവിയുടെ കാര്യത്തിലുള്ള പരീക്ഷണം നിർത്താ തുടരുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, എന്ത് ഗതികേടാണ്. സുബ്ഹാനല്ലാഹ്. ലോകത്തൊരു പ്രസ്ഥാനത്തിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാക്കട്ടെ, ഈ ഒരു ഗതികേട് ഉണ്ടാക്കട്ടെ.